വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ദുഃഖകരമായ നമ്മളെല്ലാം കേട്ട സോന അൽദോസ് എന്ന ആ യുവതിയുടെ മരണത്തെക്കുറിച്ചാണ്. വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ആങ്ങളയുടെ വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വരികയുണ്ടായി. അതും കേട്ടു. അദ്ദേഹത്തിൻ്റെ വിഷമത്തോടും ആ കുടുംബത്തിൻ്റെ വിഷമത്തോടും പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ കാണേണ്ട ഗൗരവമായ ഒരു വസ്തുത ഉണ്ട്. അത് ഒന്ന്, നമ്മുടെ മുൻവിധികൾ എത്രത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതൊരു വാർത്തയെയും മലയാളികൾ സമീപിക്കുന്ന രീതിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത, വളരെ ദുഃഖകരമായ ഒരു വാർത്ത, ഏതിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു സഹോദരിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. പ്രണയത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പക്വതയില്ലാത്ത പ്രണയങ്ങളുടെ വിഷയമായി ഒരു കുടുംബത്തിലുണ്ടാകേണ്ട, ആ കുടുംബത്തിലെ പ്രശ്നമായി കാണേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ സംഗതികൾ, ഇതിൻ്റെ ആ സഹോദരിയുടെ മരണത്തിന് കാരണമായ ആളും അവരുടെ കുടുംബവും എല്ലാവരും, കുറ്റം ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ആ വിഷയങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തതെന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ മാധ്യമത്തിന്റെ വാർത്ത വന്ന മാധ്യമങ്ങളുടെ പേജിന്റെ തൊട്ടു താഴെ നമ്മുടെ വർഗീയ പരാമർശങ്ങളുള്ള നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മളിങ്ങനെ ആ ഉള്ളിലിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഓരോ ഗോളങ്ങളായിട്ട് മാറിയിരിക്കുക. മറ്റു മനുഷ്യർ നമ്മുടെ ആ സ്വഭാവം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. കേരള സ്റ്റോറി പോലെയുള്ള ഫിലിം സത്യമാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നത് ഏതടിസ്ഥാനത്തിൽ? ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇതിലെ കുറ്റക്കാരനായ വ്യക്തി അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലെ ആളുകൾ മതം മാറാനായിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു എന്ന കാരണം കൊണ്ട് തന്നെ ഒരു സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ. ഇത് ഏതെങ്കിലും ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമാണോ? ഏതെങ്കിലും സംഘടനകൾ ഇതിൽ പ്രവർത്തിച്ചിട്ട്? ഇതൊന്നുമില്ല, നമുക്കിതൊന്നും അറിയണ്ട. ഇത് ആരാണ് കുറ്റം ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന്റെ പേര്, ആ വിഷയം, തീർച്ചയായിട്ടും ആ വിഷയം മതം, പ്രണയത്തിന്റെ ഇടയിൽ മതം എന്ന് പറയുന്ന കാര്യം അത് എതിർക്കേണ്ടതാണ്. അത് ആരെതിർക്കണം? അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രണയത്തിൽ ഏർപ്പെടുന്ന ആളുകൾ എതിർക്കേണ്ടതാണ്. അതിനു പകരം ഇവിടെ കോൺസ്പിറസി തിയറി പോലെ ഗൂഢാലോചന സിദ്ധാന്തം ചമയ്ക്കുകയും ലവ് ജിഹാദ് എന്ന് പറയുന്ന വസ്തുതകൾ ഉണ്ട് എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം വരികയും നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമത്തിലിട്ട് പരസ്പരം ഒരു പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ ചേരിതിരിയുക, തെറി വിളിക്കുക. നമ്മുടെ സമൂഹ മാധ്യമത്തിലെ ഒരു പ്രധാന രീതി എന്നതാണ്. എന്താ ഞാൻ ഈ തെറി പറയുന്ന അല്ലെങ്കിൽ ആളുകളോടാ പറയുന്നത്, നിങ്ങൾ ഏത് ആശയഗതിയിൽ വിശ്വസിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളൊരു വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആശയം അത് ഉൾക്കൊള്ളാത്ത ഒരാള്, അതിലാവാത്ത ഒരാള്, അയാളോട് നിങ്ങൾ പെരുമാറുന്ന രീതികൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാറുണ്ടോ? നിങ്ങൾ ഒരാളെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് നിങ്ങൾ മതം കയറ്റിവിടുമ്പോൾ ഇവിടെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്താണ് ഈ ഒരു സോന അൽദോസ് എന്ന് പറയുന്ന സഹോദരിയുടെ മരണത്തിലെ വിഷയം? തീർച്ചയായിട്ടും ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് പ്രണയം എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് അവിടെ കടന്നു വരുന്നു. പ്രണയത്തില് കവിതാക്കള് അന്ധരാണ്. രണ്ടുപേരും നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ആ വ്യക്തിക്ക്, രണ്ടുപേർക്കും തന്നെ പരസ്പരം ഒഴിഞ്ഞു മാറാനായി പറ്റില്ല. താൻ പ്രണയിക്കുന്ന ആളുടെ തെറ്റുകളെയൊക്കെ തന്നെ മൂടി വെച്ചുകൊണ്ട് അയാളുടെ ഒപ്പം നിൽക്കണം. ആ രീതിയിലാണ് പ്രണയം പ്രവർത്തിക്കുന്നത്. ആ സഹോദരിക്ക് അതൊന്നും മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും തുടക്കത്തിൽ. പക്ഷെ അവിടെയൊക്കെ വീണ്ടും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കടന്നു വരികയും മുൻ കണ്ടീഷനുകളിൽ നിന്ന് മാറിക്കൊണ്ട് മതം മാറണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ തന്നോടായിരുന്നോ പ്രണയം, അതോ അവൻ ഇത്രയും കാലം ഉണ്ടായിരുന്ന മതമാണോ? എത്രയോ പേര് നിങ്ങൾക്ക് സമൂഹത്തിൽ തൊട്ട് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങളുണ്ട്. മതവും ജാതിയും ഒന്നും കുഴപ്പമില്ലാതെ കല്യാണം കഴിച്ച് മനോഹരമായി ജീവിക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. ചുറ്റും നോക്കിയാൽ മതി. നമ്മുടെ തുറന്ന മനസ്ഥിതിയോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതിന് ഭംഗിയുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ
ഭംഗിയാർന്ന ഒരു വനം കണ്ടാലും, ഏതൊരു കുന്നിന്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണുമ്പോഴും അതിലെ നെഗറ്റീവ് മാത്രം കാണുന്ന, മോശം കാഴ്ചകൾ കാണുന്ന മനസ്സാണെങ്കിൽ നമുക്ക് അതേ കാണാൻ പറ്റും. എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിലും വിദേശങ്ങളിലൊക്കെ ആയിട്ട് നിരവധി പേര് തന്നെ സന്തോഷകരമായിട്ട് മതമൊന്നും മാറാതെ അവരുടെ മറ്റൊരാളുടെ, തന്റെ പാർട്ട്ണറുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. രണ്ടുപേരും അവരവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് നോ എന്ന് പറയാൻ, അതേപോലെ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ സമൂഹം പുച്ഛിക്കും, അല്ലെങ്കിൽ താൻ ഏതൊരാളുടെ ഇഷ്ടത്തിനാണ്. ഇവിടുത്തെ ഒരു കുഴപ്പം കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇതിൽ പെടുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആവുമ്പോൾ. പെൺകുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ കുറ്റപ്പെടുത്തും, സമൂഹം കുറ്റപ്പെടുത്തും. അവൾ ആവേശത്തിന് ഇറങ്ങിപ്പോയതല്ലേ, നമ്മൾ അറിയാതെയെങ്കിലും കുടുംബത്തിലുള്ള ആളുകൾ പോലും അറിയാതെയെങ്കിലും നമ്മൾ പറയും. സ്വാഭാവികമാണ്. അവളുടെ എന്തായിരുന്നു, അവളുടെ ഇത് ആവേശമായിരുന്നില്ലേ, ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതാണ് ഈ പ്രണയബന്ധത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട പ്രണയബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള മടി. നമ്മൾ അതിനൊന്നും ഇന്നത്തെ കാലത്ത് അതിനെ മൈൻഡ് ചെയ്ത് നമ്മുടെ ജീവിതം പോവും. ആളുകൾ എന്ത് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ എന്ത് പറഞ്ഞു എന്നല്ല, നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ജീവിക്കണം. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും സ്വന്തം കാലിൽ ജീവിക്കാനായി പറ്റും. നമ്മുടെ സർക്കാരിന്റെ അടക്കമുള്ള സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് സഹായം ചോദിക്കാൻ പറ്റും. നിരവധി കാര്യങ്ങൾ ഇന്നുണ്ട്. അതിന് പകരം നമ്മൾ സമൂഹം എന്തു പറയും, അല്ലെങ്കിൽ എങ്ങനെ ഇറങ്ങിപ്പോരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവൻ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവൻ അവസാനിപ്പിക്കുമ്പോൾ വേറൊരാളെ ശിക്ഷിച്ചുകൊണ്ടോ അത് ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലാണെങ്കിലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ നമുക്ക് എത്ര കാലമാണോ ഈ ഒരു ജീവിതമുള്ളത്, ആ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ആ അവസരം നമ്മൾ സ്വയം നിഷേധിക്കുകയാണ്. എന്തിനു വേണ്ടി? ഏതെങ്കിലും ഒരാളോടുള്ള ദേഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയങ്ങളിൽ ഒരു കാരണവശാലും മതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന ബന്ധങ്ങൾ, അതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ പറ്റണം. എത്ര നമ്മുടെ പങ്കാളിയായ വ്യക്തി ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ഏതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള മനസ്സ് ഇതിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ് വേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ നിന്റെ ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയതല്ലേ എന്ന് പറയുന്ന, ഇന്നീ തെറി പറയുന്ന സമൂഹത്തിലെ ആങ്ങളമാരാണ് വേണ്ടത്. പ്രണയത്തെ അംഗീകരിക്കാൻ, രണ്ട് മനുഷ്യരെ തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നിർബന്ധപൂർവം അവരെ ഒരുമിപ്പിച്ച് നിർത്താനല്ല, അതിലെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് തന്നെ നിൽക്കാനാണെങ്കിൽ കുറ്റപ്പെടുത്താതെ അതിനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ സഹായം ചെയ്തില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ആ വിഷലിപ്തമായ കമന്റുകൾ പറയാതിരിക്കുക. ഇതാണ് ചെയ്യേണ്ട കാര്യം. അതിനു പകരം ഇവിടെ നേരെ കൊണ്ടുവന്നിട്ട് ഇതൊരു കുടുംബത്തിലെ പ്രശ്നമാണ്. ഇവിടെ നിങ്ങൾ പല ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടിടുന്നു. ഏതോ ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതമായിട്ട് ഈ മതമാറ്റത്തിന് ശ്രമിച്ചു എന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഇതിന്റെ യഥാർത്ഥ മെറിറ്റ്, ഈ വിഷയത്തിൽ എന്താ ഉണ്ടായത് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അതിനു പകരം നമ്മൾ ഉടൻ തന്നെ ചർച്ച ഒരു വിഭാഗത്തിനെതിരെയായിട്ട് മാറുന്നു, ഇല്ലാത്തൊരു സ്പർദ്ധ ഉണ്ടാകുന്നു. കുറെ ആളുകൾക്ക് ഇതിൽ കമന്റ് ഇടാൻ തന്നെ ഭയമാകുന്നു. കാരണം അത് ഇട്ട് വരുമ്പോൾ തന്നെ നേരെ തെറി പറയുന്നു പരസ്പരം. ഒരു പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ തെറി വിളിക്കുന്നു അവനവന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാം സർവശക്തനായ ദൈവത്തിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഇവിടങ്ങളിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടതും. നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ധാരണകളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളത് പ്രവൃത്തിയിലൂടെ കാണിക്കുക. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ വ്യതകളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾക്ക് ഉണ്ടാക്കാനായിട്ട് അവിടെയാണ് സമൂഹം വളരേണ്ടത്. അതല്ലാതെ നമ്മൾ നാടിലേക്ക് 40 വട്ടം മറ്റുള്ള ആളുകളെയും എതിരെ നിൽക്കുന്ന ആളുകളെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാരിന്റെ സംവിധാനങ്ങളായിക്കോട്ടെ, പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് സർക്കാർ തലത്തിൽ ഇതിന്റെ അവയർനെസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാക്കേണ്ടതും നമ്മളെന്ന പൗരന്മാർ തന്നെയാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഈ വിഷലിപ്തമായ നമ്മുടെ മനസ്സ് മാറ്റണം. നമ്മുടെ ഭയാസുകള്, നമ്മുടെ മുൻധാരണകൾ ഒരു വിഷയത്തെക്കുറിച്ച് അതിന്റെ മെറിറ്റിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് സമൂഹത്തിൽ ഇത്തരം സഹോദരിമാർ ആത്മഹത്യകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായി പറ്റൂ. ഇതേ നമ്മൾ തന്നെ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുണ്ടാകുന്ന ഒരു പെൺകുട്ടി ഇതേമാതിരി തിരിച്ചു വന്ന, എന്താ അവള് ഇറങ്ങിപ്പോയതാ, അപ്പൊ അവള് കയറി വന്നെന്നോ, അവൻ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു. ഇത്തരം പറച്ചിലുകളുള്ള ആളുകളാണ് നമ്മൾ. ഏതെങ്കിലും നമുക്ക് അറിഞ്ഞെന്നും അറിയാത്തതുമായ കഥകൾ കൂടി കൂട്ടിയിടക്കിക്കൊണ്ട്
എന്നിട്ടോ ഇതേ നമ്മൾ തന്നെ ഒരു ലോഡ് അന്ത്യാഞ്ജലികൾ എഴുതുകയും വലിയ വലിയ വായിൽ ഉപദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ നടത്തും. മറ്റുള്ളവരുടെ വ്യതകളെ കുറിച്ച് പറയും, കണ്ടോ ഇത് അങ്ങനെ ആയിപ്പോയി, കേരള സ്റ്റോറി റിയൽ ആണ്. ഇത് കേരള സ്റ്റോറിയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് എന്ത് ബന്ധമാണ് ഇതിന്? ഈ പറയുന്ന ലവ് ജിഹാദുമായിട്ട് എന്ത് ബന്ധമാണ് ഇതിനുള്ളത്? ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങളെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാതെ മതത്തെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന നിങ്ങളുടെ വിഷലിപ്തമായ കാര്യങ്ങളെ സമൂഹത്തിലേക്ക് പകർത്താൻ, സമൂഹത്തിൽ ആവശ്യമില്ലാത്ത തരത്തില് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കരുത് എന്നുള്ള ബോധ്യം, പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് വിഷയങ്ങൾ എതിർക്കാം. ഏതൊരു കാര്യത്തിലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ആര് ചെയ്താലും, എവിടെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രീണനം വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്തതിനോട് നമുക്ക് അത് ഇന്ന ആൾക്കാരാണ്, അങ്ങനെയല്ല. അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടോന്നാണ്. അതിന് പകരം ഇത്തരം കാര്യങ്ങളെ, ഒരു വീട്ടിന്റെ ഉള്ളിലുണ്ടായ സംഭവങ്ങളെ അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടുകാരുടെ പ്രവർത്തികളെ അത് മൊത്തത്തിൽ ഒരു സമൂഹത്തിന്റെ മേലിലേക്ക് ആക്ഷേപിക്കുക, അതിൽ മൊത്തം വർഗീയത കുത്തിക്കയറ്റുക എന്നുള്ളത് വളരെ തെറ്റായ ഒരു രീതിയാണ് എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.